ശിരൂർ മണ്ണിടിച്ചിലിൽ ജീവൻ പൊലിഞ്ഞ പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളിലാണ് അർജുന്റെ സുഹൃത്തുക്കൾ. അർജുന്റെ വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമത്തിന് KYAC ക്ലബ്ബ് പരിസരത്ത് അർജുന്റെ ഓർമ്മകൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഒഴിവു സമയങ്ങളിൽ അർജുൻ ഏറ്റവും അധികം സമയം ചെലവഴിച്ചിരുന്നത് കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബ്ബിലാണ്. ഇവിടെ ഇപ്പോഴും അർജുൻ്റെ സാന്നിധ്യം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. മടങ്ങി വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്ന സുഹൃത്തുക്കൾക്കരികിലേക്ക് അർജുൻ എത്തിയത് തീരാ നോവായി. ആ മടക്കം താങ്ങാവുന്നതിനും അപ്പുറം. അവനെല്ലാത്തിനും ഒരു എന്താ പറയുക, അങ്ങനെ കുടുങ്ങി പോകുന്നുള്ളൊരു പ്രതീക്ഷ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അങ്ങനത്തെ എല്ലാത്തിലും കഴിച്ചിലായി വരുന്ന ഒരാളാണ്. പക്ഷേ ശിരൂർ അങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായി, അത് ഞങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന അർജുൻ നന്നായി ക്യാരംസ് കളിക്കുമായിരുന്നു. ഈ ക്യാരം ബോർഡ് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു നെഞ്ചിൻ്റെ ഒരു പെടച്ചിലുണ്ട്. ആ പെടച്ചിലെന്ന് പറയുമ്പോൾ സമയം കിട്ടുമ്പോൾ ഒക്കെ തന്നെ വീട്ടുകാരൊക്കെ തന്നെ കഴിഞ്ഞ് നേരെ ഈ ഓഫീസിൻ്റെ മുകളിൽ ഓടി വരും. ഒരുപാട് നേരം ക്യാരം ബോർഡ് കളിക്കും. അങ്ങനെ ഉണ്ടാവുന്ന നാട്ടുകാരുടെ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും പ്രളയം വരുമ്പോൾ 2 തവണ പ്രളയം വന്ന പ്രദേശമാണത്. ഒരു ദിവസം പോലും അർജുനെ ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവാറില്ല. അർജുൻ്റെ കൂടെ ലോറിയിൽ സഹായിയായി പോയിരുന്നവർ, ഒരുമിച്ച് കളിച്ചും പഠിച്ചും വളർന്നവർ. ഞങ്ങൾ ഒരുമിച്ച് വണ്ടി പോകുന്നതും അങ്ങനെയുള്ള ഒരു ബന്ധത്തിലാണ് ഞാനവനായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. പിന്നെ നാട്ടിലെ സമയത്തായാലും നാട്ടിൽ വരുന്ന സമയത്തായാലും അവൻ്റെ വണ്ടി കണ്ടാൽ ഞാൻ വിളിക്കും, അവൻ എന്നെയും വിളിക്കും. ഞാൻ നാട്ടിലുണ്ട്, ലീവാണ്, പണി കുറവാന്ന് പറയുമ്പോൾ ഞാൻ പറയും അടുത്ത ട്രിപ്പ് ഉണ്ടെങ്കിൽ പോരും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ കൂടെ ഇടയ്ക്ക് വണ്ടി പോകുന്ന ഒരാളായിരുന്നു ഞാൻ. നാടിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന DYFI കണ്ണാടിക്കൽ നോർത്ത് യൂണിറ്റ് സെക്രട്ടറിയായ അർജുനെയാണ് പലരും ഓർമ്മിക്കുന്നത്. മരിക്കുന്നതിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ DYFIൻ്റെ പൊതിച്ചോറ് പരിപാടി ഉണ്ടല്ലോ, അതിന് സജീവമായിട്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മരണം എന്നുള്ള സംഗതി ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ല. ജൂലൈ 16-നുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ 72 ദിവസങ്ങൾക്ക് ശേഷമാണ് ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയത്. ഒരായുസ് മുഴുവൻ ഓർമ്മിക്കാനുള്ള സ്നേഹവും കരുതലുമായാണ് പ്രിയപ്പെട്ടവൻ വിടവാങ്ങിയത്. അർജുൻ്റെ ഓർമ്മകളിലാണ് സുഹൃത്തുക്കൾ. കണ്ണാടിക്കിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.